നമസ്കാരം. മാത്തൻ ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെച്ചാൽ കോഴി ഫാമിൽ ഇതുപോലെ ഫാം നടത്തുന്നവർക്ക് നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വേണ്ടിയിരുന്ന ഒരു സംഭവത്തെ പറ്റിയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. നല്ല ചൂടെന്ന് വെച്ചാൽ കൊടും ചൂടാണ്. അപ്പോൾ നമ്മൾ കോഴി ഫാമിലായാലും പശു ഫാമിലായാലും നമുക്ക് അതിനെ തണുപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ കോഴി ഫാമിലാണെങ്കിൽ മുട്ട ഉൽപ്പാദനം കുറയും, കോഴികളെ മൊർട്ടാലിറ്റി കൂടും. അപ്പോൾ നല്ല ചൂട്, ഈ ചൂടിന് നമ്മളെന്ന് വെച്ചാൽ വലിയ ഫാമുകാർക്കാണെങ്കിൽ ഈ ഫോഗർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഫോഗർ ഉപയോഗിക്കുമ്പം വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കറണ്ട് കട്ടിങ്ങാണ്. കറണ്ട് എന്ന് വെച്ചാൽ പകൽ സമയങ്ങളിൽ കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ കറണ്ട് കുറേ സമയത്തേക്ക് ഇല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോഴിക്കൂടിനെ എങ്ങനെ തണുപ്പിക്കാം, കോഴികളെ എങ്ങനെ തണുപ്പിക്കാം, നമ്മളെ മറ്റേ പശുവായാലും അതിനെ എങ്ങനെ ഈ കടുത്ത ചൂടിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കോഴിക്കൂടിൽ ചെയ്ത് കാണിച്ചു തരാം. അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കുക. വന്ന് നമുക്ക് കോഴിക്കൂടിലേക്ക് പോകാം. ഇപ്പോൾ കോഴിക്കൂടിനകത്ത് നമുക്ക് കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതിവിടെ ഞാൻ ഫോഗർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഓഫാണ്. അപ്പോൾ നമുക്ക് ഈ കോഴി ചൂട് കൊണ്ട് നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്പ്രെയറാണ്. ഇപ്പോൾ വലിയ കോഴി ഫാമൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ ബാറ്ററി സ്പ്രെയർ വാങ്ങുക. ഇതിന് അത്യാവശ്യം 3000 രൂപയോളം വിലയുണ്ട്. ഇത് ചെറിയ കോഴി ഫാമാണെങ്കിൽ കുറച്ച് കോഴികളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇപ്പം നമ്മൾ ഇതുപോലത്തെ വലിയ സ്പ്രെയർ വാങ്ങണമെന്നില്ല. ചെറിയ സ്പ്രെയർ വാങ്ങാൻ കിട്ടും. 500 രൂപേൻ്റെയൊക്കെ സ്പ്രെയർ, ഒരു 2 ലിറ്റർ 3 ലിറ്റർ വെള്ളം കൊള്ളുന്ന സ്പ്രെയർ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിയതിന് ശേഷം ഇതുപോലെ ഇതിപ്പം ബാറ്ററിൻ്റെയാണ്. ഇപ്പോൾ കോഴികൾ നല്ല ചൂട് പോലെ ഇതിൻ്റെ ടെറസിൻ്റെ മേലെയാണ് ഉള്ളത്. അപ്പോൾ കൂട്ടിനകത്ത് അത്യാവശ്യം നല്ലപോലെ ചൂടുണ്ട്. ആ ചൂട് നമ്മൾ എങ്ങനെ തരണം ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് സ്പ്രെയർ ബാറ്ററിൻ്റെ സ്പ്രെയറാണ്. ഇത് ഓണാക്കിയതിന് ശേഷം കോഴിയുടെ മേക്ക് ഇതേപോലെ സ്പ്രേ ചെയ്യാം കൂടിനകത്ത്. ഇതിപ്പോൾ നല്ലപോലെ വെള്ളം സ്പ്രേ ആകുന്നുണ്ട്. അതായത് കോഴികളെല്ലാം നല്ലപോലെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് വെള്ളം അടിക്കാനായിട്ട്. ഇതേപോലെ കോഴീൻ്റെ മേത്ത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രേ ചെയ്ത് നല്ല കൂളാക്കി വിടുക. ഇപ്പോൾ കറണ്ട് പോയ സമയത്ത് നമുക്ക് വേറെ ഒരു മാർഗ്ഗവും ഇല്ല. ഇതിനിപ്പോൾ തണുപ്പിക്കാൻ വേണ്ടി വേറെ ഒരു മാർഗ്ഗമില്ല. ഇപ്പോൾ ഇതേ ചൂടിൽ നിൽക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ഒരൊറ്റ മുട്ട പോലും കിട്ടില്ല. എന്നുവെച്ചാൽ അങ്ങനത്തെ ചൂടാണ് ഇപ്പം വരുന്നത്. ഇതിങ്ങനെ നമ്മൾ എല്ലാ കോഴീൻ്റെ മേത്തും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കോഴിക്ക് നല്ലൊരു കൂളിങ് കിട്ടുന്നതായിരിക്കും. കോഴിയിൽ നല്ല അനങ്ങാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതേപോലെ ഇങ്ങനെ ഇതിനെ മൊത്തത്തിൽ എല്ലായിടത്തേക്കും നല്ലപോലെ വെള്ളം സ്പ്രേ ചെയ്തങ്ങ് വിട്ടേക്കുക. ഈ കൊടും ചൂടിൽ ഇതല്ലാതെ വേറൊരു മാർഗ്ഗവും കാണുന്നില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ ചെയ്യാവുന്ന മാർഗ്ഗം ഇത് തന്നെയുള്ളൂ. കറണ്ട് ഉണ്ടെങ്കിൽ ഫോഗർ, ഫാന് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ കൂട്ടിലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ. ഇതാകുമ്പോൾ നമ്മുടെ കൂട്ടിനകത്ത് കൂടുതൽ വെള്ളമാകുന്നില്ല. അതിലിപ്പോൾ ഓസ് പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടിനകത്ത് നല്ലപോലെ വെള്ളം ഉണ്ടാകും. ഇതിന് കോഴിക്ക് അത്യാവശ്യം നനവ് കിട്ടുകയില്ല. ഇതാകുമ്പോൾ എന്ന് വെച്ചാൽ കോഴീൻ്റെ മേത്ത് അത്യാവശ്യം നല്ലപോലെ നനയുകയും ചെയ്യും, നല്ല കൂളിങ് കിട്ടും. ഇതുപോലുള്ള സ്പ്രെയർ ബോട്ടിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വെള്ളം ചിലവാകുന്നില്ല. നമ്മൾ പൈപ്പിൽ ഓസിൽ നമ്മൾ വെള്ളം അടിക്കുകയാണെങ്കിൽ കൂടുതൽ വെള്ളം വേസ്റ്റായി പോവുക, എന്നാൽ കോഴിക്ക് അത്യാവശ്യം തണുപ്പ് കിട്ടുകയില്ല. ഇതാകുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ നല്ല സ്പ്രേ ആയിട്ട്, നല്ല നൈസായിട്ടുള്ള സ്പ്രേ ആയിട്ട് കോഴിയെ മൊത്തം നനഞ്ഞ് നല്ല കൂളായിട്ട് ഇരിക്കുക. ഇപ്പോൾ തന്നെ കോഴിക്ക് കുറച്ച് ആശ്വാസം കിട്ടിയ പോലെയാണ് ഉള്ളത്. ഇതേപോലെ ഈ ചൂടിന് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോഴിയിൽ
പിന്നെ മുട്ട കുറയുന്നതായിരിക്കില്ല. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല ചൂടുണ്ടാകുന്ന സമയത്ത് കോഴി വെള്ളം കൂടുതൽ കുടിക്കുകയും തീറ്റയെടുക്കൽ കുറയുകയും ചെയ്യും. തീറ്റയെടുക്കൽ കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മുട്ട ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചൂടിനെന്ന് വെച്ചാൽ സാധാരണ നോർമൽ കണ്ടീഷനെക്കാട്ടി കുറച്ച് മുട്ട കുറവായിരിക്കും. എന്നാലും നമുക്ക് അത്യാവശ്യം ഇപ്പം തരക്കേടില്ലാതെ മുട്ട കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ചൂടിലെന്ന് വെച്ചാൽ ഇത്രയും മുട്ട കിട്ടുന്ന തന്നെ ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും മുട്ട കിട്ടുന്നത് തന്നെ നമുക്ക്. അപ്പോൾ ഇതുപോലെ കോഴി ഫാമിൽ പിന്നെ ഇതുപോലെ ചൂട് അതുപോലെ കറണ്ടില്ലാതെ ഫാനില്ലാതെ അവസ്ഥ വരികയാണെങ്കിൽ ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കുക, വെള്ളം സ്പ്രേ ചെയ്യുക. അത് ചെറിയ ഫാമുകാരാണെങ്കിൽ ഇതുപോലെ ചെറിയ സ്പ്രേ ബോട്ടിൽ വാങ്ങാൻ കിട്ടും, അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഏറ്റവും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഫാമുകാർ പിന്നെ ചൂടിൽ നിന്ന് കോഴികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കുക. കോഴി ഫാം, മുയൽ ഫാം, പശു ഫാം, അതുപോലെ ഫാം നടത്തുന്നവർ ഇതേപോലുള്ള പിന്നെ ചെറിയ പൊടിക്കൈകൾ കണ്ട് ചെയ്തു നോക്കുക. ഇത് ചെറിയ വീഡിയോ നിങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഇത് ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്കും ബൈ.